ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗമാണ് ഹാവ്, അതുപോലെ തന്നെ ഹാസ്. ഓക്കെ, ഹാവ് ഹാസിനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് ആൾക്കാർക്ക്. അതെങ്ങനെയാ പ്രയോഗിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ ഡിഫറൻസ് എന്താണ്, ഹാവ് എവിടെയാ ഉപയോഗിക്കേണ്ടത്, ഹാസ് എവിടെയാ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ഇതിന് കുറച്ചധികം തന്നെ പ്രയോഗങ്ങളുണ്ട്. പല രീതിയിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. ഒന്ന്, നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷിക്കാറുണ്ട് എന്ന് പറയുന്നതിന് ആണ്. അതായത് ഇപ്പൊ നമ്മളിങ്ങനെ ചോദിക്കാറില്ലേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? അപ്പോ നമുക്ക് അത് ഈ ഒരു രീതിയിൽ ചോദിക്കാം, ഡിഡ് യു ഈറ്റ് ഫുഡ്? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം, ഡിഡ് യു ഹാവ് യുവർ ഫുഡ്? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഭക്ഷണം കഴിച്ചോ എന്നുള്ളത് ചോദിക്കാം. അപ്പൊ നമ്മള് ഉത്തരമായിട്ട് നമ്മൾ എങ്ങനെ പറയും, യെസ് ഐ ഹാഡ്, അല്ലെങ്കിൽ നോ ഐ ഹാഡിൻറ്റ്. യെസ് ഐ ഹാഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിച്ചു, ഇല്ലെങ്കിൽ ഞാൻ കഴിച്ചിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ ഉത്തരം പറയാറ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഹാസും അതേപോലെ തന്നെ ഉപയോഗിക്കും. അപ്പൊ ഈ ഹാവ് നമ്മൾ ഇങ്ങനെ കഴിക്കുക എന്നുള്ള മീനിങ്ങിലേക്ക് അത് വരാറുണ്ട്. ഇനി വേറൊരു പ്രയോഗം എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡു യു ഹാവ് എ മൊബൈൽ? നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടോ? അതായത് നമ്മുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഹാവ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും, യെസ് ഐ ഹാവ്, അല്ലെങ്കിൽ പറയും നോ ഐ ഡോണ്ട് ഹാവ്. അപ്പോ നമുക്ക് ആ ഒരു രീതിയിൽ ഇതുപോലെ തന്നെ ഹാവിന്റെ പ്രയോഗമുണ്ട്. ഇനിയും ഉണ്ട് വേറൊരു പ്രയോഗം. അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഷീ ഹാസ് ഗോൺ ടു അമേരിക്ക, അല്ലെങ്കിൽ ദേ ഹാവ് ഗോൺ ടു അമേരിക്ക. അപ്പൊ ഞാൻ ഹാവിന്റെ പ്രയോഗം തന്നെയാണ് ആദ്യമായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞ് ഹാസിലേക്ക് പോവാം കേട്ടോ. ദേ ഹാവ് ഗോൺ ടു അമേരിക്ക, അല്ലെങ്കിൽ ദേ ഹാവ് ഈറ്റൺ ബിരിയാണി. അപ്പൊ എന്താണ് അവിടെ ഒരു ഹാവിന്റെ അർത്ഥം എങ്ങനെയാ വരുന്നത്? ദേ ഹാവ് ഈറ്റൺ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബിരിയാണി കഴിച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ നടന്നിട്ടൊരു കാര്യം തന്നെയാണ്, അത് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാവിന്റെ പ്രയോഗം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ഷീ ഹാസ് ഗോൺ ടു അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അമേരിക്കയിൽ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, നിന്നിട്ടുണ്ട് എന്നുള്ള സമയങ്ങളിലും നമ്മൾ എന്തുപയോഗിക്കാറുണ്ട്, ഹാവ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ എന്താണ് അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എന്താണ്? ഞാനിപ്പോ ഒരു 3 ടൈപ്പ് ഓഫ് പ്രയോഗങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പൊ എന്താണ് ഹാവ് ഹാസ് തമ്മിലുള്ള ഡിഫറൻസ്? അപ്പൊ എന്താണ്? ഹാവ് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ, യു, ദേ, വി എന്ന ആൾക്കാരുടെ കൂടെയാണെങ്കിൽ, ഹാസ് ഉപയോഗിക്കുന്നതോ ഹി, ഷീ, ഇറ്റ് എന്ന ആൾക്കാരുടെ കൂടെയാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാവ് നമ്മൾ മുഴുവൻ പ്ലൂറലിന്റെ കൂടെയാണ് ഉപയോഗിക്കുക. ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ ചോദ്യങ്ങളിൽ ചോദിക്കും. ഹാസ് നമ്മൾ എങ്ങനെയാ പറയുക, സിംഗുലർ ആയിട്ട് ഒറ്റ ആളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഹാസ് നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഓരോ കാര്യങ്ങളിലും അറിയേണ്ടത്. അതായത് സിംഗുലർ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്, പ്ലൂറൽ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. യെസ്. അപ്പൊ നമ്മൾ ഈ ഹാവ് ഹാസിന്റെ പ്രയോഗങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് അറിയാനായിട്ട് പോവുകയാണ്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു ഭാഗം മാത്രമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. 3 കാര്യങ്ങൾ നമ്മൾ പ്രയോഗിക്കുന്നതായിട്ട് നമ്മളിപ്പോ കണ്ടു അല്ലെ. പൊതുവെ അങ്ങനെയാണ് ഉപയോഗിക്കാറ്. അതിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാത്രമല്ല ഇതിന്റെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വേറെയും കൂടെ പറയുന്നുണ്ട്. നമ്മൾ പാസ്റ്റിൽ നടക്കുന്ന കുറച്ചും കൂടെ കാര്യങ്ങൾ, ഇപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്തത്, പാസ്റ്റിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ഇതിലും നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ അത് കാണുക. നിങ്ങൾക്ക് ഒരുപാട് വൊക്കാബുലറി അതിൽ നിന്ന് കിട്ടും. അപ്പൊ ഞാനിവിടെ ഹാവിന്റെ ഒരു പ്രയോഗം ഇവിടെ പറയുകയാണ്. ഡു യു ഹാവ് എ മൊബൈൽ? നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടോ? ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഉത്തരമായിട്ട് എങ്ങനെ പറയാം, യെസ് ഐ ഹാവ് എ മൊബൈൽ, എനിക്ക് മൊബൈൽ ഉണ്ട്. ഇല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ പറയാം, നോ ഐ ഡോണ്ട് ഹാവ് മൊബൈൽ, എനിക്ക് മൊബൈൽ ഇല്ല, എൻ്റെ കയ്യിൽ മൊബൈൽ ഇല്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ ഞാനൊന്ന് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഒരു അംബ്രല ഉണ്ടോ, ഒരു കൊടയുണ്ടോ? എങ്ങനെയാ ചോദിക്കുക? യെസ്, ഡു യു ഹാവ് ആൻ അംബ്രല? നിങ്ങളുടെ കയ്യിൽ ഒരു അംബ്രല ഉണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാ ഉത്തരം പറയാ? യെസ് ഐ ഹാവ്, അല്ലെങ്കിൽ നോ ഐ ഡോണ്ട് ഹാവ്. ഈസി അല്ലേ കാര്യങ്ങൾ പറയാനായിട്ട്? യെസ്. അപ്പൊ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സാധനം ഒരാളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കാനായിട്ടാണ് നമ്മൾ ഡു യു ഹാവ് എന്നുള്ള പ്രയോഗം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഹാസിന്റെ ഉപയോഗം കൂടെ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്താണെന്നറിയോ?
ഇന്നലെ നടന്ന കുറേ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇന്നലെ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ തന്നെ കുറച്ചും കൂടെ അധികമായിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിലാണ് പറയാൻ പോകുന്നത്. Okay, yesterday I woke up at 5 o'clock. After that I prayed. Then I washed my face and brushed the teeth. After that I went to kitchen and prepared tea. Then I went to office. After that I had my breakfast. I prepared breakfast and I had breakfast. After that I went to office. അപ്പൊ ഞാൻ ഇത് കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്യാത്തത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇനി ഞാൻ ഓഫീസിൽ ഞാൻ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ചെറിയ ഒരു കോൺവെർസേഷൻ ആണ് ഞാനിവിടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട് എന്നെ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് എൻ്റെ ബോസ് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഇതൊക്കെ നമുക്ക് എങ്ങനെ പറയാം? കാരണം നമുക്ക് വെറുതെ കുറെ ആക്ടിവിറ്റീസ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, അതിനിടയിൽ നടക്കുന്ന കുറെ കാര്യങ്ങളും കൂടെ നമുക്ക് പറയണ്ടേ. അപ്പൊ അതെങ്ങനെയാ പറയുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഓക്കെ, ഐ വെന്റ് ടു ദ ഓഫീസ്. ദേർ മൈ ബോസ് വാസ് വെയിറ്റിംഗ് ഫോർ മീ. അപ്പൊ ഇനി ഞാൻ അവിടെ പറയാണ്, എൻ്റെ ബോസ് എന്നെ അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അവിടെ നടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ അവിടെ പറയുന്നത്, കോൺവെർസേഷനിലാണ് പറയുന്നത്. ദ ബോസ് ആസ്ക്ഡ് മീ ടു മെയിൽ എ ലെറ്റർ ടു എ കമ്പനി. അപ്പോൾ എൻ്റെ ബോസ് എന്നോട് ആവശ്യപ്പെട്ടു, എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? മെയിൽ ചെയ്യാനായിട്ട് പറഞ്ഞു, ഒരു ലെറ്റർ മെയിൽ ചെയ്യാനായിട്ട് പറഞ്ഞു. ആൻഡ് ഐ മെയിൽഡ് ഇറ്റ്. ആഫ്റ്റർ ദാറ്റ് ഐ ടോൾഡ് മൈ ബോസ് വാട്ട് ഹാപ്പൻഡ്. അത് കഴിഞ്ഞ ശേഷം ഞാൻ എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ ബോസിനോട് പറയുകയാണ് ചെയ്യുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ഇടയിൽ പറയുമ്പോഴാണ് നമ്മളുടെ കോൺവെർസേഷൻ കുറേയും കൂടെ റിച്ച് ആവുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ആ കാര്യങ്ങൾ പറയുന്ന വൊക്കാബുലറി നമുക്ക് കിട്ടുമ്പോഴാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഒരാളോട് പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു എന്നുള്ളതാവുമ്പോൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ എന്തൊക്കെയാണ്? ടോൾഡ്, പറഞ്ഞു എന്നുള്ളതാണെങ്കിൽ ടോൾഡ്, ആസ്ഡ് എന്നാണെങ്കിൽ ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, മൈ ഫ്രണ്ട് കോൾ മീ ആൻഡ് ടോൾഡ് മീ ദാറ്റ് ഹി ഹാസ് ഈറ്റൻ ബിരിയാണി. അപ്പൊ നോക്കൂ, ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സെന്റൻസ് ആണ്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. മൈ ഫ്രണ്ട് കോൾഡ് മീ, എന്നെ വിളിച്ചു, എൻ്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു. ആൻഡ് ഹി ടോൾഡ് മീ, എന്നിട്ട് അവൻ പറഞ്ഞു. എന്താണ് അവൻ പറഞ്ഞത്? ഹി ഹാസ് ഈറ്റൻ ബിരിയാണി, അവൻ ബിരിയാണി തിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് പറഞ്ഞു നോക്കാം. നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് നമ്മൾക്ക് പറഞ്ഞു നോക്കാവുന്നതാണ്. കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് സാഹചര്യം എങ്ങനെ പറയാം എന്നുള്ളത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടുക. നമുക്ക് തീർച്ചയായിട്ടും അതും ഡിസ്കഷനിൽ ഉണ്ടാവും. നമ്മുടെ വീഡിയോസിൽ അതും നമ്മൾ പറയുന്നതായിരിക്കും.